Dear beloved students, Assalamu alaikum wa rahmatullahi wa barakatuh. In the name of God Almighty, we are going to start our today's lecture, the third part of Sindh conquest by Muhammad ibn Qasim. On the first part, we discussed about the situation of India during the Muslim advancement, and the second lecture we are discussed early attempts of Muslims to conquer India and its causes. Inshallah, today we will going to discuss about the events which took place during the Muslim advancement or expedition to Sindh. മുഹമ്മദ് ബിൻ ഖാസിം ഇന്ത്യയിലേക്ക് വരാനുണ്ടായ കാരണങ്ങളെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലായിട്ട് പറയുകയുണ്ടായി. ഇനി മുഹമ്മദ് ബിൻ ഖാസിം ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റുകളിലൂടെ അദ്ദേഹം നടത്തിയിട്ടുള്ള സൈനിക മുന്നേറ്റങ്ങളുടെ ഒരു സർവേ നമുക്ക് നോക്കാം. ഹിസ് ഫസ്റ്റ് ഇൻവോൾവ്മെന്റ് ഇൻ ദേബാൾ, ദ സീജ് ഓഫ് ദേബാൾ. സിന്ധിലെ വളരെ പ്രധാനപ്പെട്ട തുറമുഖ നഗരമായിട്ടുള്ള ദേബാളിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എവിടെ വെച്ചിട്ടാണോ പൈറേറ്റ്സ് സിലോണിൽ നിന്നുള്ള കപ്പലുകൾ ആക്രമിച്ചത് അതേ ഇടത്തിലേക്ക് തന്നെയാണ് ഇസ്ലാമിക സൈന്യം എത്തുന്നത് എന്നുള്ളതാണ്. മുഹമ്മദ് ബിൻ ഖാസിം വാസ് എ യങ് മാൻ of hardly 17 years when he took the great responsibility. തന്റെ മുൻഗാമികളുടെ പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് ഹജ്ജാജ് ബിൻ യൂസുഫ് ഏൽപ്പിച്ച ഈ ഒരു ഉത്തരവാദിത്വം മുഹമ്മദ് ബിൻ ഖാസിം ഏറ്റെടുക്കുമ്പോൾ ഹി വാസ് ഓൺലി 17 years old. 17 വയസ്സ് മാത്രമായ ഒരു യുവാവായിരുന്നു അദ്ദേഹം. ബട്ട് ഹി വാസ് ബോൾഡ്, കറേജിയസ് ആൻഡ് അംബീഷ്യസ് യങ് ജനറൽ. തൻ്റെ പ്രായത്തേക്കാൾ കൂടുതൽ ധൈര്യവും തൻ്റെടവും ഉത്തരവാദിത്തങ്ങളിലെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയുമുള്ള ഒരു യങ് കമാൻഡറായിരുന്നത് കൊണ്ട് തന്നെ he set out with a body of 6,000 picked horsemen and 6,000 cavalry and 3,000 Iraqian camelmen. തൻ്റെ കൂടെ സൈനികപരമായിട്ടുള്ള മുന്നേറ്റത്തിൽ കാവൽറി, ആർട്ടിലറി, അതേപോലെ തന്നെ ക്യാമൽസ് അടക്കമുള്ള സൈനിക സംവിധാനങ്ങളെ ഏകദേശം 15,000 വരുന്ന സൈനിക വിഭാഗവുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ആൻഡ് മാർച്ചിങ് ത്രൂ മക്രാൻ റീച്ച്ഡ് ദേബാൾ ഇൻ 712 AD. മക്രാനിലൂടെ 712 AD ഇന്ത്യയിലേക്ക് സിന്ധിലെ ദേബാളിലേക്ക് മുഹമ്മദ് ബിൻ ഖാസിമും സൈന്യവും എത്തുന്നു എന്നുള്ളതാണ്. മുൻ ലെക്ചറുകളിൽ നമ്മൾ കണ്ട പോലെ തന്നെ മക്രാൻ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭാഗമായിട്ട് പല മുന്നേറ്റങ്ങളിലും വിജയം വരിക്കുകയും ഇസ്ലാമിക സ്വാധീനത്തിലേക്ക് വരികയും ചെയ്തത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് മുന്നോട്ടുള്ള പ്രയാണം ആണ് മുഹമ്മദ് ബിൻ ഖാസിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സൈനിക മുന്നേറ്റത്തിൽ പ്രധാനം അർഹിക്കുന്നത്. മുൻഗാമികൾ നിർത്തിയ ഭാഗത്തു നിന്ന് അദ്ദേഹം തുടങ്ങുന്നു എന്നുള്ളതാണ്. During his advancement on the way, many Jads and Meds joined with his army. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സൈനിക പരേഡിൻ്റെ ഇടയ്ക്ക് തന്നെ ഇസ്ലാമിക സൈന്യത്തോടൊപ്പം
ഇന്ത്യയുടെ പ്രബല വിഭാഗമായിട്ടുള്ള ജാട്സുകളും മെഡ്സുകളും ദാഹിർ എന്ന് പറയുന്ന ഹിന്ദു രാജാവിനെതിരെ യുദ്ധസന്നാഹത്തിലേക്ക് ഒരുമിച്ച് വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. Of course, the port town Debal was well protected by the strong fortification. വലിയ വൻമതിലുകൾ, കോട്ടകളാൽ സുരക്ഷിതമായിരുന്ന ദേബാൾ സിറ്റി. And it was not easy to conquer. വളരെ പെട്ടെന്ന് പിടിച്ചടക്കാമെന്നുള്ള വ്യാമോഹത്തോടു കൂടെ അല്ല ദേബാളിലേക്ക് ഒരു സൈനിക നേതാവും കടന്നു വരിക. മാത്രമല്ല, ദേബാൾ ആ കാലത്ത് അതിശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴുമായിരുന്നു. The city ruled by the nephew of Dahir. He was in charge of the town and he offered a stiff resistance against the Muslim army. മുസ്ലിം സൈന്യത്തെ ശക്തമായിട്ട് നേരിടുന്നതിന് സിന്ധ് ഭരണാധികാരിയായ ദാഹിറിന്റെ നെഫ്യൂ തന്നെയാണ് മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിനായിരുന്നു ദേബാൾ സിറ്റിയുടെ ഭരണാധികാരമുണ്ടായിരുന്നത്. But all this resistance became futile when a Brahmin deserted Dahir and disclosed the secret of defense. മുഹമ്മദ് ബിൻ ഖാസിമും സൈന്യവും അതിശക്തമായിട്ട് ഈ ദേബാൾ സൈന്യത്തിനെതിരെ പോരാടുകയും ദേബാൾ സൈന്യം അതിശക്തമായി മുസ്ലിങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന സമയത്ത്, അതികഠോരമായിട്ടുള്ള യുദ്ധ സമയത്താണ് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു ബ്രാഹ്മിൺ ഈ സൈനിക ശക്തിയുടെ രഹസ്യത്തെ മുഹമ്മദ് ബിൻ ഖാസിമിനും കൂട്ടാളികൾക്കും അറിയിച്ചു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ബ്രാഹ്മണന്റെ ഈ ഒരു ഉദ്യമമാണ് ആദ്യഘട്ടത്തിലെ മുഹമ്മദ് ബിൻ ഖാസിമിന്റെ വിജയത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, ദേബാൾ കോട്ടയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ മുകളിൽ ഉയർത്തിയിരുന്ന ഒരു ചുവന്ന പതാക, ഈ പതാകയോടൊപ്പം തന്നെ അവർ കണ്ടിരുന്ന താലിസ്മാൻ എന്ന് പറയുന്ന ഒരു ഭാഗ്യ ചിഹ്നവും. ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് സൈനിക ശക്തി ഇവർ നേടുന്നത് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു യഥാർത്ഥത്തിൽ ദേബാളിലെ ഈ ബ്രാഹ്മണൻ മുഹമ്മദ് ബിൻ ഖാസിമിന് കൊടുത്ത ആ ഒരു രഹസ്യ വിവരം എന്നുള്ളത്. Of course, after the fierce battle, Qasim brought down the red flag and the people surrendered in despair. ഇങ്ങനെ ഒരു രഹസ്യത്തിന്റെ കീഴിലാണ് ഈ സൈന്യത്തിന്റെ ശക്തി എന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് ബിൻ ഖാസിം ഈ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുകയും ബ്രാഹ്മണ വിഭാഗത്തിന് വലിയ വിശ്വാസം ഉണ്ടാവുകയും ചെയ്തിരുന്ന റെഡ് ഫ്ലാഗിന് താഴെ വീഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടത്തുന്നത്. അതിൽ ഇന്ത്യൻ പ്രതിരോധങ്ങളെ മറികടന്നുകൊണ്ട് വിജയിക്കുവാൻ മുഹമ്മദ് ബിൻ ഖാസിമിനും സൈന്യത്തിനും സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ദിസ് റെഡ് ഫ്ലാഗ് ബ്രോട്ട് ഡൗൺ ആൻഡ് ദ പീപ്പിൾ സറണ്ടേഡ് ഇൻ ഡെസ്പെയർ. അതോടുകൂടെ തങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്തോ വലിയ വിപത്ത് പിടിപെട്ടിരിക്കുന്നു എന്നുള്ളൊരു ഭയം ഈ ബ്രാഹ്മണ സൈനിക വിഭാഗത്തിലേക്ക് വരികയും ദേബാളിനെ വളരെ പെട്ടെന്ന് തന്നെ പിന്നീട് കീഴടക്കുവാൻ മുസ്ലിം സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. The nephew of Dahir fled away. Debal was captured and a huge booty fell into the hands of the Muslims or the Arabs. അങ്ങനെ ദേബാളിന്റെ ഭരണാധികാരി നാടുവിടുകയും വലിയ ഒരു യുദ്ധ മുതൽ പിടിച്ചടക്കാൻ മുസ്ലിംകൾക്ക് സാധിച്ചു എന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.
Then the fall of other cities. First we are going to Naroon. ദേബാളിൻ്റെ പിടിച്ചടക്കലോട് കൂടെ പിന്നീട് മുസ്ലിം സൈന്യത്തിന് കൂടുതൽ കരുത്ത് ലഭിക്കുകയും ഇന്ത്യയിലെ പല വിഭാഗങ്ങളിൽ നിന്നുള്ള സഹകരണങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നറോൺ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സിറ്റിയായിരുന്നു പിന്നീടുള്ള സൈനിക മുന്നേറ്റത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നു. When the Arabs reached there, Qasim, the son of Dahir, fled away. ദേബാളിലെ പരാജയം മനസ്സിലാക്കിയ ദാഹിറിൻ്റെ മകനായിട്ടുള്ള ജയ്സിംഗ് മുസ്ലിങ്ങളെ നേരിടാൻ ശ്രമിക്കാതെ തന്നെ തൻ്റെ രാജ്യം വിട്ടൊഴിഞ്ഞോടുകയാണ് ചെയ്യുന്നത്. After the power handed over to the Buddhist monks, പിന്നീട് ബുദ്ധസന്യാസിമാരാണ് നെഹ്റുവിൻ്റെ ഭരണത്തെ കൈകാര്യം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അഹിംസ തത്വത്തിൽ വിശ്വസിച്ചിരുന്ന ഈ ബുദ്ധിസ്റ്റ് മോങ്ങുകൾ വളരെ പെട്ടെന്ന് തന്നെ മുഹമ്മദ് ബിൻ ഖാസിമും അറബ് സൈന്യത്തോടും സന്ധിയിൽ ഏർപ്പെടുകയും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താണ്ട് മുസ്ലിങ്ങൾക്ക് വിധേയപ്പെടുകയും ചെയ്തു എന്നും കാണാൻ പറ്റുന്നു എന്നുള്ളത്. ആൻഡ് സറണ്ടേഡ് വിത്തൗട്ട് എ ഫൈറ്റ്. വലിയ ബുദ്ധിമുട്ടൊന്നും അറബ് സൈന്യത്തിന് നെഹ്റൂൺ പട്ടണം കീഴടക്കാൻ ഉണ്ടായില്ല എന്നുള്ളതാണ്. Then they advanced to സഹ്വാൻ. സഹ്വാനിലേക്കാണ് പിന്നീട് അവരുടെ മുന്നേറ്റം നമുക്ക് കാണാൻ പറ്റുന്നത്. എ ടൗൺ അണ്ടർ ബജ്ര, ദ കസിൻ ഓഫ് ദാഹിർ. ദാഹിറിൻ്റെ തന്നെ കസിനായിരുന്ന ബജ്രയുടെ ഭരണാധിപത്യത്തിന് കീഴിലുള്ള സ്ഥലമായിരുന്നു സഹ്വാൻ. The town was mostly inhabited by the merchant class and the priest. കച്ചവടക്കാരും പുരോഹിതരും തിങ്ങി നിറഞ്ഞിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണം, ഒരു പ്രദേശമായിരുന്നു സഹ്വാൻ എന്നുള്ളത്. But fortunately to the Arabs, or unfortunate to the Indians, Bajra fled away after some feeble resistance. പ്രാഥമിക ഏറ്റുമുട്ടലുകൾക്ക് ശേഷം പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ആയുധം വെച്ച് കീഴടങ്ങി രക്ഷപ്പെടുകയാണ്, അല്ലെങ്കിൽ യുദ്ധമുഖത്ത് നിന്ന് ഒളിച്ചോടുകയാണ് ബജ്ര ചെയ്യുന്നത്. അതോടുകൂടെ സഹ്വാനും അറബ് സൈന്യത്തിൻ്റെ അണ്ടറിലേക്ക് വരുന്നു എന്നുള്ളതാണ്. Then they moved to Sisam, the capital city of Jats of Budia. ഇന്ത്യൻ ജനവിഭാഗത്തിൽ നിന്ന് ആദ്യം മുഹമ്മദ് ബിൻ ഖാസിമിനെ സഹായിച്ച ജാട്ടുകളുടെ തലസ്ഥാന നഗരിയിലേക്കാണ് പിന്നീട് ആർമി മുന്നേറുന്നത്. സിസാം റൂൾഡ് ബൈ കാക്ക. They also met the same fate of സഹ്വാൻ. സഹ്വാന്റെ തന്നെ വിധി തന്നെയായിരുന്നു. അധികം ഏറ്റുമുട്ടലുകളൊന്നും ഇല്ലാണ്ട് തന്നെ അതും കൈയടക്കാൻ മുഹമ്മദ് ബിൻ ഖാസിമിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതാണ്. കാക്ക given shelter to ബജ്ര turned the attention to Qasim to Jards. എന്തുകൊണ്ടാണ് സിസാൻ എന്ന് പറയുന്ന ജാട്ടുകളുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് ഒരു സൈനിക മുന്നേറ്റം നടത്താൻ ഖാസിമിനെ പ്രേരിപ്പിച്ചത്? കാരണം അദ്ദേഹത്തിന് ആദ്യമായിട്ട് സൈനികപരമായിട്ടുള്ള സഹകരണം കൊടുത്തൊരു വിഭാഗത്തിനടുത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രതിരോധിക്കേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ, സിസാമിലെ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന കാക്ക സഹ്വാൻ അക്രമത്തിൻ്റെ സമയത്ത് ബജ്രക്ക് രക്ഷപ്പെടുകയും അദ്ദേഹത്തിന് ഒളിത്താവളമായിട്ട് തൻ്റെ രാജ്യം സംരക്ഷണം നൽകുകയും ചെയ്തു എന്നുള്ളതായിരുന്നു മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ സ്ഥലം വരാനുണ്ടായ കാരണം. ഡ്യൂറിംഗ് ദി എൻകൗണ്ടർ ബജ്ര ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വെർ കിൽഡ്. കാക്കായുടെയും ബജ്രയുടെയും നേതൃത്വത്തിലുള്ള ഈ സൈന്യം മുസ്ലിങ്ങളെ എതിരിടുകയും ബജ്ര അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഈ യുദ്ധത്തിൽ നിഷ്ഠൂരം വധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിലേറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത്, ചരിത്രകാരന്മാരൊക്കെ നിശിതമായിട്ട് വിമർശന വിധേയമായി ചർച്ച ചെയ്യപ്പെട്ടൊരു ഭാഗമാണ്. ഇത്രയൊക്കെ സ്ഥലങ്ങൾ പിടിച്ചടക്കി മുസ്ലിം സൈന്യം മുന്നേറുമ്പോഴും
സിന്ധിലെ ഭരണാധികാരിയായ ദാഹിർ റിമൈൻഡ് ഇൻആക്റ്റീവ്. ഒരു തരത്തിലുള്ള ഒരു മുന്നേറ്റവും അദ്ദേഹം എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ഹി ഡിഡ് നോട്ട് ചെക്ക് ദ അറബ്സ് വെൻ ദേ ക്രോസ് ദ റിവർ മിഹ്റാൻ. സിന്ധ് നദി ക്രോസ് ചെയ്യാനുള്ള മുസ്ലിങ്ങളുടെ ശ്രമത്തെ പോലും അദ്ദേഹം തടയാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അതിന് ചില ചരിത്രകാരന്മാർ പറയുന്നത് പ്രോബബ്ലി ഹി വാസ് കോൺഫിഡൻറ്റ് ടു സപ്രസ് ഖാസിം ഇൻ എ സിംഗിൾ ഫൈറ്റ്. തൻ്റെ കാൽച്ചുവട്ടിലേക്ക് മുഹമ്മദ് ബിൻ ഖാസിമിനെ എത്തിച്ചുകൊണ്ട് അനായാസമായിട്ട് അദ്ദേഹത്തെയും സൈന്യത്തെയും പരാജയപ്പെടുത്താമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം ഇതിനു മുമ്പുള്ള പരാജയങ്ങളൊന്നും അദ്ദേഹത്തെ ഒരു തരത്തിലും ബാധിക്കാതിരുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ചരിത്ര ഗ്രന്ഥങ്ങളുടെ പല വായനകളാണ് അതിനകത്തുള്ളത്. സിന്ധ് കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട എടുത്ത് പറയപ്പെടേണ്ട ഒരു ബാറ്റിലും ഒരു കോൺഗ്രസ്റ്റുമാണ് ഇനി നമ്മൾ പറയുന്നത്. സിന്ധ് കോൺഗ്രസ്റ്റ് പരിപൂർണമാക്കി എന്ന് പറയാവുന്ന ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത് റവാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്. ബാറ്റിൽ ഓഫ് റവാർ എന്ന് അറിയപ്പെടുന്ന ഈ യുദ്ധം സിന്ധ് ഭരണാധികാരിയായ ദാഹിറിനെ നേരിട്ടുകൊണ്ടാണ് എന്നുള്ളതാണ്. ദാഹിർ, ദ പവർഫുൾ കിങ് വെയിറ്റിംഗ് ഫോർ ദ ഇൻവേർഡ് ഫോഴ്സ് വിത്ത് എ ഹ്യൂജ് ആർമി. തൻ്റെ കാൽക്കിയിലേക്ക് മുഹമ്മദ് ബിൻ ഖാസിമിനെ വരുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം വലിയ ഒരു സൈന്യവുമായിട്ട് മുസ്ലിങ്ങളുടെ മുന്നേറ്റത്തെ നോക്കിക്കാണുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ഇൻഡസ് റിവർ താണ്ടുന്നതിന് മുഹമ്മദ് ബിൻ ഖാസിം, ദ കമാൻഡർ ഓഫ് അറബ് ആർമി, ordered a bridge of boats to be constructed in order to cross the Indus. ഇൻഡസ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി, സിന്ധ് നദി ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ പാലങ്ങളും പാതായങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് സൗകര്യം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ സൈനിക തന്ത്രത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. ദാഹിർ വാസ് ടേക്കൻ ബൈ സർപ്രൈസ്. യഥാർത്ഥത്തിൽ ഈ ഒരു മൂവ്മെന്റ് ദാഹിറിനെ അല്പം അത്ഭുതസ്തംഭനാക്കി എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. ആൻഡ് വിത്ത് ഹിസ് മെൻ ഹി ഫെൽ ബാക്ക് അപ്പോൺ റവാർ. സിന്ധ് നദി തീരത്ത് തമ്പടിച്ചിരുന്നവർ പിന്നീട് കുറച്ച് ബാക്കിലേക്ക് മാറി റവാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സൈനിക ക്യാമ്പ് മാറ്റുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയം 2 മാസത്തോളം ഉണ്ടായിരുന്നു മുഹമ്മദ് ബിൻ ഖാസിമിന് സിന്ധ് തീരങ്ങളിൽ ഇൻഡസ് റിവർ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം, അതിനുവേണ്ടിയുള്ള സജ്ജീകരണം. ഈ സമയത്തും ദാഹിർ യഥാർത്ഥത്തിൽ നിഷ്ക്രിയനായി എന്നുള്ളതാണ് ചരിത്രകാരന്മാരെ അത്ഭുതപ്പെടുത്തുന്നത്. ആഫ്റ്റർ വെയിറ്റിംഗ് സം ഡേയ്സ് ബോത്ത് ദ ആർമി സ്റ്റാർട്ടഡ് ഫൈറ്റിംഗ് ഓൺ 20th June 712 AD. 712 AD ജൂൺ മാസം 20-ാം തീയതിയാണ് പിന്നീട് 2 സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടാൻ തുടങ്ങുന്നത്. It was here that the Qasim's army met an imposing array of elephants and great warriors. ഇന്ത്യയിലേക്കുള്ള മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെയും സൈന്യത്തിൻ്റെയും മുന്നേറ്റത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം അവർ നേരിടുന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഇന്ത്യൻ ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടെയുള്ള ദാഹിറിൻ്റെ സൈന്യം തെല്ലൊന്നുമല്ല മുഹമ്മദ് ബിൻ ഖാസിമിനെയും അറബികളെയും അത്ഭുതപ്പെടുത്തിയത്. ദാഹിർ ഹിംസെൽഫ് ലെഡ് ഹിസ് ആർമി ഫ്രം ദി ഫ്രണ്ട്. ദാഹിർ സ്വയം സൈനിക നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരു യുദ്ധമുഖത്ത് വരുന്നതെന്നുള്ളതാണ്. ആൻഡ് ഹി സീറ്റഡ് ഓൺ ആൻ എലഫന്റ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നൈപുണ്യമുള്ള ഒരു യുദ്ധ ഗജന്റെ മുകളിലേറിയിട്ടായിരുന്നു അദ്ദേഹം ഈ യുദ്ധത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇൻ ദ മീൻ ടൈം an arrow attached with burning cotton struck Dahir's hawda and set it flame. അറബികൾ ഇതിനെ നേരിട്ടത് മറ്റൊരു തരത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ കോട്ടൺ ഗോളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തീ അമ്പെയ്തുകൊണ്ട് ആനകളെ ഭയപ്പെടുത്തുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നത്.
അത്തരമൊരു ശ്രമം യഥാർത്ഥത്തിൽ ഒരു പുതിയ സ്ട്രാറ്റജിയായിരുന്നു ഇന്ത്യൻ യുദ്ധമുഖത്തിന് എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ ആനകളെ കണ്ട് ഭയപ്പെട്ടിരുന്ന മുഹമ്മദ് ബിൻ ഖാസിം അറബ് സൈന്യവും അറബ് സൈന്യത്തിൻ്റെ കുതിരപ്പടയാളികളുമൊക്കെ ഒരു വിധേന ഈ ആനകളെ വിരട്ടിക്കൊണ്ട് യുദ്ധമുഖത്ത് നിൽക്കുകയായിരുന്നു. അവിടെയാണ് ആനകളെ വിരട്ടാനുള്ള ഒരു ഉദ്യമമായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ ദ ബേണിംഗ് കോട്ടൺ സ്ട്രക്ക് ദാഹിർസ് ഹൗദ ആൻഡ് സെറ്റ് ഇറ്റ് ഫ്ലെയിം. ആനകളുടെ മുകളിലുള്ള വലിയ പട്ട് ഉടയാളങ്ങളിലേക്ക് തീ അടിപ്പടരുകയും ദ ഫ്രൈറ്റൻഡ് എലഫന്റ് ടു കിം ഇൻ ടു ദി റിവർ. ഭയപ്പെട്ടുകൊണ്ട് ആനകൾ തിരിഞ്ഞോടി ദാഹിർ അടക്കമുള്ള ആളുകളെ സിന്ധ് നദിയിൽ മുക്കിത്താഴ്ത്തുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളത്. ഓൾദോ ദ കിങ് സേവ്ഡ് ഹിംസെൽഫ് ആൻഡ് റോഡ് എ ഹോഴ്സ്. കഷ്ടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഒരു കുതിരയുടെ മുകളിൽ കയറിയിട്ടാണ് പിന്നീട് ദാഹിർ ഈ യുദ്ധം തുടരുന്നത്. ആൻഡ് റെസ്യൂം ദ ഫൈറ്റിംഗ്. ബട്ട് ഹിസ് ആർമി തോട്ട് ദാറ്റ് ദേ ഹാഡ് ലോസ്റ്റ് ദെയർ ലീഡർ. എന്നാൽ ആനകൾ ഭയന്നോടിക്കൊണ്ട് തിരിച്ച് ഈ നദിയിൽ നിന്ന് കയറി വരുമ്പോൾ പുറത്ത് ദാഹിറിനെ കാണാതെ അദ്ദേഹത്തിന്റെ സൈന്യം വിചാരിച്ചത് തങ്ങളുടെ ലീഡർ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ആൻഡ് ദേ ഫ്ലഡ് എവേ. പിന്നീട് അവർ യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞ് ഓടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അൾട്ടിമേറ്റ്ലി ദാഹിർ ഗേവ് എ ഹീറോയിക് ഫൈറ്റ്. അവശേഷിക്കുന്ന സൈന്യവുമായിട്ട് ദാഹിർ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് മുഹമ്മദ് ബിൻ ഖാസിമിന്റെയും സൈന്യത്തിനുമെതിരെ നടത്തുന്നത്. ആൻഡ് ലേഡ് ഡൗൺ ഹിസ് ലൈഫ് ആഫ്റ്റർ 2 days ഓഫ് ഹിസ് ബ്ലഡി ബാറ്റിൽ. നിരന്തരമായ 2 ദിവസത്തെ ശക്തമായ പോരാട്ടം അദ്ദേഹത്തിന്റെ ഉറച്ച ഒരു പ്രാപ്തനായ ഭരണാധികാരിയും പോരാളിയുമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് മുസ്ലിം സൈന്യത്തിന്റെ മുന്നിൽ വീരചരമം പ്രാപിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മുഹമ്മദ് ബിൻ ഖാസിമിന്റെയും സൈന്യത്തിന്റെയും പോരാട്ട വീര്യം തീർച്ചയായിട്ടും പിന്നീട് ഇന്ത്യൻ ചരിത്രങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ പോരാട്ടത്തിന്റെ അവസാനം വരേക്ക് ദാഹിർ നിലകൊണ്ടിരുന്ന ആദ്യഘട്ടത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നെങ്കിൽ പോലും പിന്നീട് റവാർ യുദ്ധത്തിൽ അദ്ദേഹം ചെയ്തിരുന്ന പോരാട്ടത്തെ തീർച്ചയായിട്ടും നാം കാണേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടെ പിന്നീട് ഹിസ് വിഡോ റാണിബായ് പുട്ട് അപ്പ് ദ ഹീറോയിക് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ മുസ്ലിംസ്. മുസ്ലിങ്ങളെ പോരാട്ട വീര്യത്തോടുകൂടെ ചെറുത്ത് നിന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയായ റാണിബായിയാണ്. ആൻഡ് റെഫ്യൂസ് ടു സറണ്ടർ ദ ഫോർട്ട് റവാർ. റവാറിലെ ദാഹിറിന്റെ കോട്ട വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. With a great heroism, she resisted the Muhammad bin Qasim and his army and held it against all attack till failure. അവസാനത്തെ ശ്വാസം വരേക്ക്, പരാജയം വരുമെന്ന് പരിപൂർണ ബോധ്യം വരുന്നവരേക്ക് ഈ രാജ്ഞിയുടെ കീഴിലുള്ള ഇന്ത്യൻ സൈന്യം ശക്തമായിട്ട് മുസ്ലിങ്ങളെ പ്രതിരോധിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇനി മുസ്ലിം സൈന്യത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് കണ്ടപ്പോൾ ഫൈനലി ഷീ പെർഫോംഡ് ജോഹർ. അവര് സ്വയം ജോഹർ എന്ന് പറയുന്ന അന്നത്തെ ഒരു രീതി അനുസരിച്ച് കൊണ്ടുള്ള ആത്മഹുതി നടത്തുകയാണ് ചെയ്യുന്നത്. എന്താണ് ജോഹർ? ജോഹർ പ്രിഫറിംഗ് ഡെത്ത് ടു ഡിസ്ഹോണർ. യഥാർത്ഥത്തിലെ ആത്മക്ഷതം സംഭവിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ സ്വയം മരണത്തിലേക്ക് ചാടുക. ഒരുപക്ഷെ മുസ്ലിം സൈന്യം റവാർ കോട്ട പിടിച്ചടക്കിയാൽ സ്വാഭാവികമായിട്ടും രാജ്ഞി അടക്കമുള്ളവരെ അവർ ബന്ധസ്ഥരാക്കുകയും യുദ്ധമുതലിന്റെ ഭാഗമാക്കുകയും ചെയ്യുമെന്നുള്ളത്. ഈ ഒരു മാനക്കേടിനെ ഭയന്നുകൊണ്ട് അവർ ദ പെരിഷ്ഡ് ഇൻ ഫ്ലെയിംസ്, സ്വയം തീയിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് മരണപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അലോങ് വിത്ത് സം ബിസീജ്ഡ് ലേഡീസ് ഓഫ് ദ ഫോർട്ട്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ചില കോട്ടയിലെ സ്ത്രീകളോടൊപ്പമാണ് ഈ ഒരു ആചാരം അവർ നിർവഹിക്കുന്നത് എന്നുള്ളതാണ്.
ഇപ്പോൾ ദാഹിറിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം മുഹമ്മദ് ബിൻ ഖാസിമും സൈന്യവും നടത്തുന്നതോടൊപ്പം തന്നെ ദാഹിറിൻ്റെ വിഡോ റാണിബായി നടത്തിയ പ്രതിരോധം നമ്മൾ കാണേണ്ടതാണ് എന്നുള്ളതാണ്. Anyway, finally the Arabs became victorious. Nevertheless, he took about 8 months to acquire control over the province because of tough resistance in Brahmanabad and Alor and the capital city by the son of Dahir. റവാറിലെ യുദ്ധത്തിന് ശേഷം പിന്നീട് 8 മാസത്തോളം നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങളാണ് മുഹമ്മദ് ബിൻ ഖാസിമിനെയും സംഘത്തെയും നേരിട്ടത് എന്നുള്ളതാണ്. വലിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് പിന്നീട് ബ്രഹ്മണാബാദിനെയും ദാഹിറിൻ്റെ മകൻ ഭരണം നടത്തിയിരുന്ന ആളോർ അടക്കമുള്ള പ്രധാനപ്പെട്ട സിറ്റികളൊക്കെ മുസ്ലിം ആർമിയുടെ കീഴിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഒരു സൈനികപരമായിട്ടുള്ള സ്വസ്ഥത മുഹമ്മദ് ബിൻ ഖാസിമിന് നേടാൻ സാധിച്ചത്. റവാറോ ദാഹിറോ നഷ്ടപ്പെട്ടതോടുകൂടെ ഒതുങ്ങിയിരുന്നില്ല ഇന്ത്യയിലെ പോരാട്ട വീര്യം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ് ദ ഒക്യുപ്പേഷൻ ഓഫ് മുൾട്ടാൻ. ലെറ്റർ ദ മുസ്ലിം ആർമി പ്രൊസീഡഡ് ടുവേർഡ്സ് മുൾട്ടാൻ, ദ മേജർ സിറ്റി ഓഫ് ദ അപ്പർ ഇൻഡസ്. ഇന്ത്യയുടെ ഉപരിപ്രദേശമായിട്ടുള്ള മുൾട്ടാനാണ് പിന്നീട് ഈ സൈന്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ദർ വാസ് ടഫ് റെസിസ്റ്റൻസ് എവരിവെയർ. ഈ സൈനിക മുന്നേറ്റത്തിനിടക്ക് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളും പ്രതിരോധങ്ങളും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഓൺ റീച്ചിങ് മുൾട്ടാൻ ഹി ഫൗണ്ട് ദ സിറ്റി സ്ട്രോങ്ലി ഫോർട്ടിഫൈഡ് ആൻഡ് ദ പീപ്പിൾ ഇൻ ഫുൾ റിവോൾട്ട്. മുൾട്ടാനിലേക്ക് എത്തിയ മുഹമ്മദ് ബിൻ ഖാസിമിന് ദർശിക്കാൻ സാധിച്ചത് ശക്തമായിട്ടുള്ള പോരാട്ട വീര്യമുള്ള ഒരു ജനതയെയും അതിശക്തമായിട്ടുള്ള അതിർത്തി കോട്ടകളെയും ഒക്കെയാണ്. ഫോർച്ചുനേറ്റ്ലി അറ്റ് മുൾട്ടാൻ another deserter helped him to cutting off the water supply to the city. നേപ്പാളിൽ നമ്മൾ കണ്ട പോലെ തന്നെ മുൾട്ടാനിലും മുഹമ്മദ് ബിൻ ഖാസിമിനെ സഹായിക്കാൻ ഇവിടെയും ഒരു ഇന്ത്യൻ ബ്രാഹ്മൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുൾട്ടാൻ കോട്ടകളിലേക്കുള്ള കുടിവെള്ളമടക്കമുള്ള വാട്ടർ സപ്ലൈ സിസ്റ്റത്തെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ആ വാട്ടർ സപ്ലൈയെ തടയിടാൻ മുഹമ്മദ് ബിൻ ഖാസിമിന് സാധിച്ചതുമാണ് മുൾട്ടാൻ സിറ്റിയെ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചടക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചത് എന്നുള്ളതാണ്. Then the Arabs able to capture Multan in 713 AD. 713 ആയപ്പോഴേക്ക് മുൾട്ടാന്റെ പ്രതിരോധത്തെ അവസാനിപ്പിച്ചുകൊണ്ടത് മുസ്ലിം ഭരണാധികാരത്തിന് കീഴിലേക്ക് കൊണ്ടുവരാൻ മുഹമ്മദ് ബിൻ ഖാസിമിനും സൈന്യത്തിനും സാധിച്ചു എന്നുള്ളതാണ്. From Multan, the Arabs collected a large quantity of gold. വലിയ രീതിയിലുള്ള യുദ്ധ സമ്പാദ്യമാണ് മുൾട്ടാൻ കോങ്കറിംഗ് എന്ന് പറയുന്ന ഈ സംവിധാനത്തിലൂടെ, മുൾട്ടാൻ കോൺഗ്രസ്റ്റിലൂടെ മുസ്ലിങ്ങൾക്കും മുഹമ്മദ് ബിൻ ഖാസിമിനും നേടാനായത്. സ്പെഷ്യലി ദ കളക്റ്റഡ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ്. വലിയ സ്വർണ്ണ കുമ്പാരങ്ങളുടെ ഒരു കളക്ഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദേ നെയിംഡ് ദ സിറ്റി ആസ് ദ സിറ്റി ഓഫ് ഗോൾഡ്. ഈ സ്വർണ്ണ കുമ്പാരങ്ങൾ, സ്വർണ്ണ നിധിയുടെ ഈ ഒരു കുമ്പാരം പിന്നീട് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അറബികൾ പിന്നീട് ഈ സിറ്റിയെ വിളിച്ചത് മുൾട്ടാൻ സിറ്റി ഓഫ് ഗോൾഡ് എന്ന പേരിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. മുൾട്ടാനെ പിന്നീട് അവർ നാമധേയം നടത്തിയത് ഈ സ്വർണ്ണ ഖനികളുടെ നാട് എന്നുള്ള പേരിലാണ്. ഇതാണ് വളരെ ശക്തമായിട്ടുള്ള സിന്ധ് കോൺഗ്രസ്റ്റിലെ മുഹമ്മദ് ബിൻ ഖാസിമിനും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിനും നേരിടേണ്ടി വന്നിട്ടുള്ള പോരാട്ടങ്ങൾ എന്നുള്ളത്. നേപ്പാളിൽ നിന്ന് തുടങ്ങി മുൾട്ടാനിൽ അവസാനിക്കുന്ന നിരന്തര യുദ്ധങ്ങളുടെ, ശക്തമായ യുദ്ധങ്ങളുടെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടാണ് ഇന്ത്യൻ വിജയത്തിലേക്ക് ആദ്യമായിട്ട് ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ നയതന്ത്ര വിജയം കൈവരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അതിനുശേഷമാണ് പിന്നീട് ഉമ്മയുടെ ഭരണകൂടത്തിൻ്റെ കീഴിലേക്ക് ഇന്ത്യ മാറുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഫലങ്ങളും മറ്റുമൊക്കെ നമുക്ക് അടുത്ത ലെക്ചറിൽ പറയാമെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.